ഗൂഗിൾ പേയിലെ ഈ ഒരു ഐക്കണിൽ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം കാലിയാകും, അല്ലെങ്കിൽ പണം മുഴുവൻ നഷ്ടപ്പെടും. ഇങ്ങനെയുള്ള നിരവധി വോയിസുകൾ പല ഭാഷയിലായിട്ടും പല രീതിയിലായിട്ടും നിങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെയും വാട്സപ്പിലൂടെയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഉണ്ടാവും. ഇതിലെനിക്ക് പറയാനുള്ളത് ഉണ്ട പോകും എന്ന് മാത്രമാണ്. കാരണം ഇത്തരത്തിലുള്ള അടിച്ചിറക്കുന്ന ഓരോ കാര്യങ്ങളും ഒന്നും തന്നെ അറിയാതെയോ അതല്ലെങ്കിൽ ഇങ്ങനെയുള്ളത് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ചെയ്യുന്നതൊക്കെ ആയിരിക്കാം. എന്താണെന്ന് ഒരു ചുക്കും ഇവർക്കൊന്നും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇന്നത്തെ വീഡിയോയിലൂടെ ഗൂഗിൾ പേയിലെ പോക്കറ്റ് മണി ഫീച്ചറിനെയും അതുപോലെ മറ്റുള്ള UPI സർക്കിൾ ഫീച്ചറിനെ കുറിച്ചുമാണ് പരിചയപ്പെടുത്തുന്നത്, വിശദീകരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഫീച്ചർ തന്നെയാണിത്. തെറ്റിദ്ധാരണകളൊക്കെ ഒരുപാട് പരന്നിട്ടുണ്ട് എങ്കിലും ആ പരന്നവരിലേക്ക് ഈ വീഡിയോ കൂടി ഒന്ന് പരത്തി കൊടുക്കുക. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ജാബിർ വരിക്കോടൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായി എന്താണ് ഈ പറയുന്ന പോക്കറ്റ് മണി അല്ലെങ്കിൽ UPI സർക്കിൾ എന്നുള്ളതിനെ കുറിച്ച് NCPI കൊണ്ടുവന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണിത്. ആദ്യം ഇത് നടപ്പിലാക്കിയത് ഫോൺപേ ആയിരുന്നു. അഥവാ UPI സർക്കിൾ എന്നുള്ളൊരു ഫീച്ചറിലൂടെയാണ് ഫോൺപേ ഇത് നമ്മളിലേക്ക് പരിചയപ്പെടുത്തിയത്. അതേ പേരിൽ തന്നെയാണ് ഗൂഗിൾ പേയിൽ ഉള്ളതെങ്കിലും ഇതിനൊരു നിക്നെയിം കൂടി നൽകിയിരിക്കുകയാണ് പോക്കറ്റ് മണി എന്നുള്ളത്. ഇത് നിങ്ങൾ അവസാനമായി നടത്തിയ ട്രാൻസാക്ഷൻ്റെ തൊട്ട് മുമ്പിൽ കാണുന്ന ഒരു ഹാർട്ട് ഐക്കണോട് കൂടിയായിരിക്കും ഗൂഗിൾ പേയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇതുമായി ബന്ധപ്പെട്ടാണ് വേണ്ടാത്ത പല കാര്യങ്ങളും ഇൻ്റർനെറ്റിൽ പരന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫീച്ചറിനെ കുറിച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ, നിങ്ങളുടെ സർക്കിളിലുള്ള ആളുകൾക്ക് അഥവാ നിങ്ങളുടെ ഫാമിലിയിലുള്ള നിങ്ങളുടെ ഫാദറിനോ മദറിനോ അതല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കോ ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ല എങ്കിലും അവർക്കും ഗൂഗിൾ പേ അതല്ലെങ്കിൽ ഫോൺ പേ പോലെയുള്ള UPI സേവനങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത് നൽകുന്നത്. ലളിതമായി പറഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിനെ നിങ്ങളുടെ സർക്കിളിലുള്ള ആളുകൾക്കും ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളത്. ഉദാഹരണത്തിന് നിങ്ങളുടെ മക്കൾക്കോ അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഫാദറിനോ മദറിനോ ബാങ്ക് അക്കൗണ്ട് ഇല്ല എങ്കിലും ഇതിനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതിൽ നിങ്ങൾ ഈ UPI സർക്കിളിലേക്ക് അവരെ ആഡ് ചെയ്യുകയാണ് വേണ്ടത്. അത് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നമുക്ക് മുൻപോട്ട് കണ്ട് മനസ്സിലാക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാതെ വന്നേക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്കും വീഡിയോ നന്നായി ഷെയർ ചെയ്ത് കൊടുക്കുക. അറിയാത്തവർ അറിഞ്ഞിരിക്കട്ടെ. ഇതുവരെ ഇങ്ങനെ ഒരു കാര്യം അറിയില്ലല്ലോ ബ്രോ, പറഞ്ഞതിന് താങ്ക്സ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ആദ്യമായി ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഗുണങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്കും നിങ്ങളുടെ UPI ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കുമെന്നുള്ള ഒരു നിശ്ചിത തുക നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അഥവാ നിങ്ങൾ സാധാരണ നിങ്ങളുടെ മക്കൾക്കോ മറ്റുള്ളവർക്കോ ചിലവിന് കാശ് കൊടുക്കുന്നത് UPI സേവനത്തിലൂടെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. അത് കൊടുക്കുന്നതിലൂടെ അവർ എന്തിലൊക്കെയാണ് ഇതിനെ ചിലവഴിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനും സാധിക്കും. അതുപോലെ അമിതമായിട്ടുള്ള ചിലവ് തടയാനും ഇത് ഉപകാരപ്പെടും. അതുപോലെ ഇതിൻ്റെ ദോഷങ്ങൾ എന്ന് പറയുന്നത്, ഇത്തരത്തിൽ നമ്മൾ 2 ഓപ്ഷനുകളാണ് ഇതിനകത്തുള്ളത്. ഒന്ന്, ലിമിറ്റുകൾ നമുക്ക് മുൻപേ നിശ്ചയിച്ചുകൊണ്ട് സെറ്റ് ചെയ്യാം. അഥവാ ഒരു ഉദാഹരണത്തിന് 5000 രൂപ ഒരു മാസം നിങ്ങൾക്ക് ചിലവിന് കൊടുക്കണമെങ്കിൽ അത് ഓൾറെഡി ഒരു മാസത്തിന് വേണ്ടി മന്ത്ലി സെറ്റ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ ട്രാൻസാക്ഷനും നിങ്ങൾ പെർമിഷൻ നൽകിയാൽ മാത്രം അവർക്ക് പേ ചെയ്യുന്ന രീതിയിലും ചെയ്യാം. ഏറ്റവും അനുയോജ്യമായത് നിങ്ങളുടെ പെർമിഷനോടുകൂടി ചെയ്യുന്നതാണ്. അല്ലാത്ത പക്ഷം മറ്റാരെങ്കിലും ഇതിനെ മിസ്യൂസ് ചെയ്യാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ ഓപ്ഷനായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഏകദേശം ഇതിനെക്കുറിച്ചൊരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. ഇനി മനസ്സിലായില്ല എങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റായി ചോദിക്കാം. ഇനി ഇതിനെ എങ്ങനെയാണ് ഉപയോഗിക്കാം, ആർക്കൊക്കെ ഇതിനെ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാം. ഉപയോഗിക്കാൻ വളരെ സിമ്പിളാണ്. 2 പേരുടെ ഫോണിലും UPI ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഉദാഹരണത്തിന് ഗൂഗിൾ പേ അതല്ലെങ്കിൽ ഫോൺ പേ എന്നുള്ളത്. നമ്മളിപ്പോൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ രണ്ടിലും ഉപയോഗിക്കുന്നത് ഒരേ രീതിയിൽ തന്നെയാണ്. നമ്മളിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഗൂഗിൾ പേയിൽ തന്നെ ഇതിനെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിളാണ്. ഈ പറയുന്ന ഐക്കണിൽ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് തൊടാം. ഒരു ഉണ്ടയും അവിടെ പോകാനില്ല. തൊട്ട് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് സെറ്റപ്പ് പോക്കറ്റ് മണി ഓൺ UPI സർക്കിൾ എന്ന് കാണാൻ സാധിക്കും. ഇതിന് മുൻപ് നിങ്ങൾ ചെയ്യേണ്ടത്, ആർക്കാണോ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തത് അവരുടെ ഫോണിൽ ഗൂഗിൾ പേ ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ ഫോൺ പേ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്കിത് സെറ്റ് ചെയ്താൽ മതി. എല്ലാ ആപ്ലിക്കേഷനകത്തും ഇത് സെറ്റ് ചെയ്യണം എന്നില്ല. അവരുടെ ഫോണിൽ ഗൂഗിൾ പേ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഒരു നോർമൽ ഫോൺ നമ്പറും Gmail ID ഉണ്ട് എങ്കിൽ അവർക്ക് ഗൂഗിൾ പേ അതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ബാങ്ക് അക്കൗണ്ടാണ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കാതെ വരികയുള്ളൂ. അതിൻ്റെ ഒരു പരിഹാരമാണ് UPI സർക്കിൾ എന്നുള്ള ഈ ഒരു ഓപ്ഷനെ കൂടെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആദ്യം ഫോൺ പേയോ ഗൂഗിൾ പേയോ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ യുവർ QR കോഡ് എന്നുള്ള ഓപ്ഷനുണ്ട്. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗെറ്റ് പെയ്ഡ് യൂസിങ് യുവർ QR കോഡ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതിന് തൊട്ട് താഴെ തന്നെ ആഡ് ബാങ്ക് അക്കൗണ്ട് എന്നും അതുപോലെ ജോയിൻ UPI സർക്കിൾ എന്നുള്ള നമ്മുടെ ഈ പുതിയ ഫീച്ചറിൻ്റെ ഓപ്ഷനും വന്നത് കാണാം. ജോയിൻ എ
UPI സർക്കിൾ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നതായിരിക്കും. കണ്ടിന്യൂ നൽകി വെരിഫിക്കേഷൻ ചെയ്യുക. ശേഷം ബാങ്ക് അക്കൗണ്ട് ഉള്ളവരുടെ UPI ആപ്പ് ഓപ്പൺ ചെയ്യുക, അഥവാ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുക. ശേഷം നേരത്തെ പറഞ്ഞതുപോലെ UPI സർക്കിൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ പോക്കറ്റ് മണി എന്നുള്ള ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം സെറ്റപ്പ് പോക്കറ്റ് മണി ഓൺ UPI സർക്കിൾ എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പർ അതല്ലെങ്കിൽ UPI ID ഇവിടെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നതായിരിക്കും. ഏറ്റവും മുകളിൽ കാണുന്ന ഭാഗത്ത് നിങ്ങളുടെ ആരുടേതാണോ വേണ്ടത് അവരുടെ നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ആ UPI ID ഇവിടെ ഡിറ്റക്റ്റ് ആയി വന്നത് നിങ്ങൾക്ക് കാണാം. അത് സെലക്ട് ചെയ്തുകൊണ്ട് കൺഫേം എന്നുള്ളത് കൊടുക്കുക. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ QR കോഡ് നിങ്ങൾക്ക് സ്കാൻ ചെയ്യുകയോ ചെയ്യാം. ഏറ്റവും എളുപ്പം നമുക്ക് ആ UPI തന്നെ കൺഫേം ചെയ്യുന്നതാണ്. കൺഫേം എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്കിവിടെ മന്ത്ലി സെറ്റ് ചെയ്യാനുള്ളതോ അതല്ലെങ്കിൽ ആമുഖത്തിൽ പറഞ്ഞതുപോലെ പേയ്മെൻറ്റിന് നമുക്കൊരു പെർമിഷൻ നൽകുന്ന രീതിയിൽ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഏറ്റവും മികച്ചത് രണ്ടാമത്തെ ഓപ്ഷനാണ്. അപ്രൂവ് എവറി പേയ്മെൻറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ശേഷം കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കുക. ആരെയാണോ നമ്മൾ സർക്കിളിൽ ആഡ് ചെയ്തിട്ടുള്ളത് അവർക്കൊരു ഇൻവിറ്റേഷൻ പോകുന്നതായിരിക്കും. അവരുടെ ഫോണിൽ പോക്കറ്റ് മണി എന്നുള്ള ആ ഹാർട്ട് ഐക്കൺ സെലക്ട് ചെയ്യുക. ഇവിടെയും ഒന്നും നഷ്ടപ്പെടില്ല, നിങ്ങൾക്ക് പണം ലഭിക്കുകയാണ് ചെയ്യുക. ആ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം പേയിങ് ഫോർ യു എന്നുള്ളൊരു ടാബ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്ന ഇൻവൈറ്റ് അവിടെ കാണാം. ഓപ്പൺ ഇൻവൈറ്റ് എന്നുള്ളത് കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ നിങ്ങളുടെ സർക്കിളിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം. റിക്വസ്റ്റ് സംവൺ ടു ആഡ് യു. നിങ്ങൾക്ക് ആരെയാണ് വേണ്ടത് അവർക്ക് റിക്വസ്റ്റ് കൊടുത്ത് അവർക്ക് ഈ പറഞ്ഞതുപോലെ അക്സെപ്റ്റ് ചെയ്ത് അവർക്കും പുതിയതായി അവരുടെ സർക്കിളിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ജോയിൻ UPI സർക്കിൾ എന്നുള്ളത് കൊടുക്കുക. സർക്കിൾ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എത്രയാണോ പണം വേണ്ടത് അവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ബാങ്ക് അക്കൗണ്ട് ആർക്കാണോ ഉള്ളത് അവരിലേക്ക് ഒരു ഇൻവിറ്റേഷൻ പോകുന്നതായിരിക്കും. ഇതേ രീതിയിൽ സ്കാൻ ചെയ്ത് എത്രയാണോ വേണ്ടതെന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പണം കട്ടാവേണ്ടത് എവിടെയാണ് എന്നുള്ള ഓപ്ഷൻ ഇതേ രീതിയിൽ കാണിക്കും. UPI സർക്കിൾ അവിടെ സെലക്ട് ആയിട്ടുണ്ടാവും. അതിനുശേഷം നിങ്ങൾക്ക് ഇതേ രീതിയിൽ അവർ റെസ്പോണ്ട് ചെയ്യുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. അവർ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് അവർക്ക് ഇൻവിറ്റേഷൻ വരികയും അവർക്ക് ആ ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ടു പേ നൽകി കഴിഞ്ഞാൽ ആ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് ചെയ്യാനും സാധിക്കും. വളരെ സിമ്പിളാണ്. ഞാനൊരു പക്ഷേ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുണ്ടാവാം. അത് വീഡിയോയുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിച്ചതുകൊണ്ടാണ്. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു ഫീച്ചറിനെ ഉപയോഗപ്പെടുത്തുക. ഇതിൽ നിന്ന് യാതൊരുവിധ നഷ്ടവും നിങ്ങൾക്ക് വരാനില്ല. നേരത്തെ പറഞ്ഞതുപോലെയുള്ള യാതൊരു ഉണ്ടയും ഇവിടെ നടക്കാനില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രചരണങ്ങളൊക്കെ നടത്തുന്നവർ എന്തെങ്കിലും ഉണ്ടംപരിയുടെ കച്ചവടം ചെയ്ത് കാശ് ഉണ്ടാക്കാൻ നോക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും അതുപോലെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ മടിക്കാതെ ചോദിക്കാം. എൻ്റെ സമയത്തിനനുസരിച്ച് തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ റിപ്ലൈ നൽകുന്നതായിരിക്കും. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുത്തോ, അറിയാത്തവരൊക്കെ അറിഞ്ഞിരിക്കട്ടെ. ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. നന്ദി, നമസ്കാരം, പീസ്.